റോമർക്കെഴുതിയ ലേഖനം 15:15-16 വാക്യങ്ങൾ. എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തു യേശുവിൻ്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. പുതിയ നിയമത്തിലെ 14ഓളം ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെ തൂലിക ചലിപ്പിച്ചതാണ്. കൂടാതെ അപ്പോസ്തല പ്രവൃത്തികളിൽ അദ്ദേഹത്തിൻ്റെ നിരവധി പ്രസംഗങ്ങൾ കാണാനാകും. എന്നാൽ തൻ്റെ പാണ്ഡിത്യമോ ഗവേഷണങ്ങളോ അല്ല ദൈവരാജ്യത്തിന് തന്നെ പ്രയോജനപ്പെടുത്തുന്നത്. ഇവയ്ക്കെല്ലാം അപ്പുറം ദൈവം തനിക്ക് നൽകിയ കൃപയാണെന്ന് ഇവിടെ പറയുന്നു. തൻ്റെ അധ്വാനവും കഴിവുമെല്ലാം ദൈവത്തിൻ്റെ കൃപയുടെ ഉപോത്പന്നങ്ങളാണ് എന്ന് പറയാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. റോമിലെ ദൈവജനത്തിന് എഴുതിയ ഈ ലേഖനം അവരുൾപ്പെടെ യഹൂദരല്ലാത്തവരെ ദൈവത്തിനായി വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദമായി തീരുവാൻ പരിശുദ്ധാത്മാവിനാൽ തനിക്ക് കൃപ ലഭിച്ചു എന്ന് പറയുന്നു. പൗലോസിൻ്റെ ശുശ്രൂഷ പ്രധാനമായും യഹൂദ ജനതയ്ക്ക് പുറത്തുള്ളവർക്കാണ് പ്രയോജനമായത്. ജാതികളുടെ ഇടയിലെ സുവിശേഷീകരണത്തിനായി ദൈവം വിളിച്ചിരിക്കുന്നു എന്ന് ഗ്രഹിച്ചതു മുതൽ ചെന്ന പട്ടണങ്ങളിലെല്ലാം യഹൂദർ തന്നെ നിരസിക്കുമ്പോഴും നിരാശപ്പെടാതെ മറ്റ് ജനതകളോട് സുവിശേഷം അറിയിക്കാൻ ഉത്സാഹം കാണിച്ചു. ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന യേശുവിൻ്റെ വാഗ്ദത്തം സുവിശേഷം എല്ലാവർക്കും എന്ന വെളിപ്പാട് നൽകുന്നതാണ്. ദൈവാലയത്തിൽ പുരോഹിതന്മാർ ദൈവത്തിന് സുഗന്ധ ധൂപം അർപ്പിക്കുന്നത് പോലെ പൗലോസ് ജാതികളെ സുവിശേഷത്താൽ വരുന്ന രൂപാന്തരത്താലും വിശുദ്ധിയാലും ദൈവത്തിന് പ്രസാദം വരുന്ന വിധം അർപ്പിക്കുന്നു. ഈ ലേഖനവും അതെങ്ങനെ വിജയകരമാക്കാം എന്ന് വിശദമായി പറയുന്നതാണ്. മനുഷ്യരെ ദൈവത്തിന് പ്രസാദമുള്ളവരാക്കാൻ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ നമുക്കും കൃപ തേടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.